ദൃശ്യം 3 കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് അടിച്ചു എനിക്ക്. ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിലാണ് കുറച്ചെങ്കിലും ഒരു ഓക്കെ, ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു തോന്നൽ വന്നത്. അതിനു മുമ്പ് ഒരു ഹിൻ്റ് അവർ തരുന്നിരുന്നെങ്കിലും വളരെ സട്ടിലായിട്ട്, അല്ലെങ്കിൽ വളരെ ലാഗായിട്ടാണ് ഹിൻ്റൊക്കെ തോന്നിയത്. എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ ഒന്നും വ്യക്തമല്ല എന്നുള്ള രീതിയിൽ കുറച്ച് കുറച്ചായിട്ടാണ് അവർ തരുന്നുണ്ടായിരുന്നത്. സോ അത്രയും നേരം ആ, ജോർജ് കുട്ടിക്കും ഫാമിലിക്കും പിന്നെ ഗീതാ പ്രഭാകരൻ്റെ കാര്യമാണെങ്കിലും ഇവർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു, എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഒരു ഫുൾ ഹാഫ് ടൈം മൊത്തം ആ അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ലാഗ് അടിക്കില്ലേ, അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഈ എൻട്രി വന്നല്ലോ, ഒരു ഹാഫ് ടൈം എൻഡ് പോയിന്റിൽ ഒരു എൻട്രി വന്നല്ലോ. ആ എൻട്രിയെ നമുക്ക് വാസുവണ്ണൻ തുടങ്ങി. അപ്പോൾ ഈ വാസുവണ്ണൻ്റെ പിന്നെ പ്രക്രിയകളാണ് പിന്നെ കുറച്ച് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ നന്നായിട്ട് വരുന്നതും. പിന്നെ പുള്ളീനെ നിയന്ത്രിക്കുന്ന വേറൊരു വില്ലനുണ്ട്, മെയിൻ വില്ലൻ. അപ്പോൾ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കുറച്ച് നേരത്തേക്ക് ആ ഒരു സംഭവം പോകുന്നത്. അത് വളരെ നല്ല ആകാംക്ഷയോടെ നിൽക്കുന്നൊരു ടൈമായിരുന്നു. പക്ഷെ ആ ഒരു ഫേസ് കഴിഞ്ഞിട്ട് മെയിൻ വില്ലൻ തൻ്റെ വേറെ ഇൻറ്റൻഷൻ പറയുന്നൊരു സംഭവമുണ്ട്, ഒരു ട്വിസ്റ്റ് ഉണ്ട്. അവിടെ തുടങ്ങി ആ വില്ലൻ്റെ ഒരു ക്യാരക്ടറിലെ ചേഞ്ച് അത്ര എനിക്ക് വർക്കൗട്ടായില്ല. ആൻഡ് ആ പ്രോസസ്സിൽ തന്നെ വാസുവണ്ണൻ ഉണ്ടല്ലോ, വാസുവണ്ണൻ ഒരു ടൈം എത്തുമ്പോൾ, പുള്ളിയുടെ ലാസ്റ്റ് സീനിൽ ഒരു ടൈം എത്തുമ്പോൾ പുള്ളി ആ ഫ്ലിപ്പ് ആ ക്യാരക്ടറിന് യോജിച്ചതായിരുന്നില്ല. അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അതിനെ പെട്ടെന്നൊരു സ്വിച്ച് ചെയ്യുന്നത് എനിക്കത്ര വർക്കൗട്ടായില്ല. സോ അതെനിക്കൊരു നെഗറ്റീവായിരുന്നു. നേരത്തെയുള്ള ട്വിസ്റ്റിൽ ക്യാരക്ടർ ചേഞ്ച് വന്ന വില്ലൻ്റെ കാര്യവും എനിക്ക് അത്ര വർക്കൗട്ടായില്ല. പിന്നെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് ഒരു മെയിൻ ടെസ്റ്റ് ഉണ്ട്. അതാണ് ഐ മീൻ ഓവറോൾ നോക്കുമ്പോൾ ആളുകൾക്കെല്ലാം വർക്കൗട്ടായിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം വർക്കൗട്ടായിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ വാസുവിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു ആർക്കും വർക്കൗട്ടായില്ല. പക്ഷേ ആ ഒരു പ്രോസസ്സ് നോക്കുമ്പോൾ, ഹോൾ സ്റ്റോറി ലൈൻ നോക്കുമ്പോൾ അവസാനത്തെ ട്വിസ്റ്റ് എല്ലാവർക്കും വർക്കൗട്ടായിട്ടുണ്ട് നന്നായിട്ട്. ബാക്കിയുള്ളതൊക്കെ അതിനോട് യോജിച്ചും പോകുന്നുണ്ട്. പക്ഷേ അതെനിക്ക് ഒരു കുറച്ചും കൂടി ഡ്രാമാറ്റിക് ആയിട്ട് തോന്നി, ഓവർ ഡൺ ആയിട്ട് തോന്നുന്നു. ഇത്രയും കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് കുറച്ചുകൂടി സൈക്കോളജിക്കൽ ലെവലിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടും ഒരു ക്യാരക്ടറിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലും കാണിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ട് തന്നെ അത്രയും നല്ല സിനിമയായിരുന്നു എന്ന് വെച്ചാൽ നല്ലതാണ്. പക്ഷേ ദൃശ്യത്തിൻ്റെ ഒരു ബെഞ്ച് മാർക്കുണ്ട്. നമ്മളെപ്പോഴും ദൃശ്യം എന്ന് പറഞ്ഞ സിനിമേനെ ആലോചിക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ 2 ട്വിസ്റ്റുകളാണ്. ഒന്ന് ഓഗസ്റ്റ് 2ഉം പിന്നെ ഓഗസ്റ്റ് 2ന് ധ്യാനത്തിന് പോയതും അവർ റീക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം. രണ്ടാമത്തത് ജോർജ് കുട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്നതും, അത് 2 പ്രാവശ്യം വരുന്നതും ഇങ്ങനെ എന്താ പറയുക, കട്ട് ടു ഡിഫറെൻറ്റ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് രണ്ടും ഇങ്ങനെ ഒരുമിച്ച് പാരലലായിട്ട് കാണിക്കുന്ന സംഭവമുണ്ട്. ഈ 2 കാര്യങ്ങളിലും പുള്ളി ആ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ, അത് ഈവൻ സെക്കൻഡിൽ പോലും അത് മാർക്ക് എന്താ ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ സെക്കൻഡിലാണെങ്കിൽ പോലും ആ ഒരു ദീർഘവീക്ഷണം പുള്ളിക്ക് ഉണ്ടെന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. ആ സംഭവത്തിൽ മിസ്സായത് തോന്നി. ആൻഡ് ആ ട്വിസ്റ്റ് വന്നതും അതൊരു വലിയ സംഭവമായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് അത്രയും വലിയ സംഭവമായിട്ട് തോന്നിയില്ല. അത് ഓവർടൺ ആയതൊട്ട് തോന്നി. അതൊരു ചെറിയ രീതിയിലാണെങ്കിലും ആ സംഭവങ്ങളൊക്കെ പഴയ സിനിമകളിലൊക്കെ കണ്ടത് കൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ അത്രയും ഫ്രഷ് ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് സൈക്കോളജിക്കലി കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ഇത് വെച്ചിട്ട് നിങ്ങൾ ഇനി കാണാത്തവരുണ്ടെങ്കിൽ, ഒബ്വിയസ്ലി കുറേ പേര് കണ്ടിട്ടുണ്ടാവും, എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ പൊയ്ക്കോ എന്നാണ് ഞാൻ പറയുക. കാരണം കുറേ പേർക്ക് ഇത് വർക്കൗട്ട് ആയതുകൊണ്ട് ഒബ്വിയസ്ലി നിങ്ങൾക്കും വർക്കൗട്ട് ആകാൻ ചാൻസ് ഉണ്ട്. ഈ കാര്യത്തിൽ ഞാനൊരു മൈനോറിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും നിങ്ങൾ പോയി കാണുക. ഇതിൽ മോഹൻലാലിനെ നിങ്ങൾക്ക് കണ്ടിരിക്കാം. പുള്ളിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലാണ്. കുറച്ച് സീൻസ് ഉണ്ട്, ഇപ്പം എന്താ പറയുക, ഈ വാസുവണ്ണൻ പുകവലിച്ചിട്ട് പുള്ളിയുടെ മുഖത്തേക്ക് അത് ഇങ്ങനെ ഊതുന്നുണ്ട്. അത് പെട്ടെന്ന് മൂക്കി കയറ്റി പോകുമ്പോൾ നമുക്കൊരു റിയാക്ഷൻ ഉണ്ടല്ലോ, ബ്രില്യൻ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത്. പിന്നെ അവസാനം നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് ഒരാളോട് ജോർജ് കുട്ടി പറയുന്നുണ്ട്. ആ സിനാരിയോ എന്തുകൊണ്ടത് പറയുന്നു, അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ ഒരു പെട്ടെന്ന് ആ ഒരു അഗ്രഷൻ കാണിക്കുന്ന ഒരു സംഭവം ഒരു പോയിന്റിലോട്ടാണ്, ഒരു സെക്കൻഡിലോട്ടാണ് അഗ്രഷൻ വരുന്നത്. പക്ഷെ
അടിപൊളി. പിന്നെ അവസാനം ഇതിലൊരു കണ്ണടയുന്നുണ്ട് ജോർജ് കുട്ടിയുടെ. അതിൽ കണ്ണടയുമ്പോൾ ഒരു കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ട്. ഇതൊക്കെ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് നമ്മളൊരു റിയൽ ലൈഫിൽ ജോർജ് കുട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരാളുണ്ട്, അയാളാണിത് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നുള്ളൂ. മോഹൻലാലിൻ്റെ എണ്ണം പറഞ്ഞ കുറേ സിനിമകളുണ്ട് നമുക്കിങ്ങനെ ആഘോഷിക്കാനും നമുക്കിങ്ങനെ പറഞ്ഞ് ഇരുന്ന് നമുക്കിങ്ങനെ ഓഹ് എങ്ങനെ ചെയ്തു, ഭയങ്കര ആ ക്യാരക്ടർ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കണം. അതിലൊന്ന് തന്നെയാണ് ജോർജ് കുട്ടി. ആൻഡ് സിനിമയുടെ റൈറ്റിങ്ങോ അല്ല മേക്കിങ്ങോ അപ്പ് ആൻഡ് ഡൗൺ ആയാൽ പോലും ജോർജ് കുട്ടി എന്ന് പറയുന്ന സംഭവം അത് ഗ്രേറ്റ് തന്നെയാണ്. റൈറ്റിങ്ങിൽ മേ ബി ഒരു നമ്മൾ പറയുന്ന എന്താ പറയുക ജോർജ് കുട്ടി അവിടെ കണ്ടില്ലെങ്കിൽ പോലും ആസ് എ ക്യാരക്ടർ, ആസ് എ ഫാമിലി മാൻ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി കലക്കിയുണ്ട്. എനിക്ക് വേറെ ആരും നോക്കാൻ പോലും തോന്നിയില്ല ശരിക്കും പറഞ്ഞാൽ. മറ്റേ പുള്ളി മുരളി ഗോപിയൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ആണ് കേട്ടോ. പക്ഷെ എന്നാലും മോഹൻലാൽ ഈസ് ഡിഫറെൻ്റ്ലി, അത് എല്ലാവർക്കും അറിയാം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫർദർ ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ടാവുമോ എന്നുള്ളത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ തന്നെ യൂണിക് പോയിൻ്റായിട്ട് ഞാൻ പറയുന്നത്. എനിക്ക് പ്രതീക്ഷയുള്ളത് 4-ാം പാട്ടിനെ കുറിച്ചാണ്. കാരണം ഈ കഥയുടെ എൻഡിങ്ങിൽ അതിനെക്കുറിച്ചൊരു തുടർച്ചയുടെ ഒരു കൈൻഡ് ഓഫ് ഹിൻഡ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൊരു ഹിൻഡ് അത് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ഈ ഇപ്പോഴത്തെ ഒരു കഥയുടെ സിനാരി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 4-ാം പാട്ട് വരുമ്പോൾ അതിൽ ജോർജ് കുട്ടിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ആ റെസ്ട്രിക്ഷൻസ് അനുസരിച്ച് പുള്ളി എന്ത് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും ഇതുവരെയുള്ള ഏറ്റവും വലിയ ചലഞ്ചായിരിക്കും പുള്ളിയുടെ. അതിലെന്ത് ചെയ്യുന്നു, അതിലെങ്ങനെ തൻ്റെ ഫാമിലീനെ ആളെ സംരക്ഷിക്കുന്നു എന്നുള്ളത് അടിപൊളിയായിരിക്കും കാണാൻ. ആൻഡ് 5th പാർട്ട് ഒരു 5 years കഴിഞ്ഞിട്ടുള്ള ജോർജ് കുട്ടിയും 4th പാർട്ട് 5 yearsനുള്ളിലുള്ള ജോർജ് കുട്ടിയായിരിക്കും. സോ എനിക്ക് 4th പാർട്ടാണ് മെയിനായിട്ട് എന്തായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. അതിൽ ഞാൻ ത്രില്ഡാണ്. പക്ഷെ 3 ഐ വുഡ് സേ ദൃശ്യം ഫ്രാഞ്ചൈസിൻ്റെ വീക്കസ്റ്റ് സിനിമയാണ്. ബട്ട് എബവ് ആവറേജ് എന്ന് പറയാം. ബട്ട് 3 ആ സിനിമയുടെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ദൃശ്യം 1ൻ്റെ തന്നെ ഗ്രാഫ് വെച്ചിട്ട് നോക്കുമ്പോൾ അത് ഭയങ്കര ലോ ആണെന്ന് പറയും. അങ്ങനത്തെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ വർക്ക് ചെയ്തവരുണ്ട്. സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, അഭിപ്രായങ്ങൾ പറയുക. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.